പ്രവീൺ കുമാർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. പ്രവീൺ കുമാർ മാത്രം, അദ്ദേഹത്തിനൊപ്പം നാദാപുരത്തെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന KM അഭിജിത്ത് ഉണ്ട്, കോഴിക്കോട് നോർത്തിലെ ജയന്ത് ഉണ്ട്, ബാലുശ്ശേരിയിലെ സൂരജ് ഉണ്ട്. എല്ലാവരും ഒന്നിച്ച് മാധ്യമങ്ങളെ കാണുകയാണ്. ലേറ്റ് ആണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. ഈ ജില്ലയിൽ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഈ മന്ദിരം ലീഡർ ശ്രീ K. കരുണാകരൻ്റെ ഓർമ്മ മന്ദിരമാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മയുടെ ഹാളുമുണ്ട്. ഈ രണ്ട് നേതാക്കളുടെ ഓർമ്മ തീർക്കുന്ന മന്ദിരത്തിലേക്ക് ഞങ്ങളൊക്കെ കടന്നു വരിക. ഇലക്ഷൻ കഴിഞ്ഞാൽ MLA മാരായിട്ടായിരിക്കും 13 പേര്. ഇവിടെ സ്ഥാനാർത്ഥികളുടെ DCC പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവുണ്ട്, ASU നേതാവുണ്ട്, KPCC നേതാവുണ്ട്. അപ്പോൾ എല്ലാ ഘടകങ്ങളെയും പാർട്ടി പരിഗണിച്ചില്ലേ? മഹിളയുണ്ട്, സ്ഥാനാർത്ഥി മഹിള വരുന്നുണ്ട്, എല്ലാവരെയും പരിഗണിച്ചു. മാത്രമല്ല കോഴിക്കോട്ടെ കോൺഗ്രസ്സുകാരും UDFകാരും കോഴിക്കോട്ടെ പൊതുസമൂഹവും മനസ്സിലേറ്റ് നെഞ്ചിലേറ്റ് സ്വീകരിക്കുന്ന പട്ടികയാണ് ഇതെന്ന ഉറച്ച വിശ്വാസമാണ് ഹൈക്കമാൻഡ് ഈ പട്ടിക പ്രഖ്യാപിച്ചത്. ഞാൻ അതേക്കുറിച്ച് പറയണ്ട, ഞാൻ പറഞ്ഞിട്ടാണ് വിരുന്ന് വരുത്താനല്ലേ അതൊക്കെ പാർട്ടി നേതൃത്വം തീരുമാനിച്ചത്. എല്ലാവരുടെയും പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നോർത്ത് കഴിഞ്ഞു. നാദാപുരത്തും കൊയിലാണ്ടിയിലും ബാലുശ്ശേരിയിലും എലത്തൂരുമൊക്കെ പ്രകടനം നടക്കുകയാണ്. നാളെ രാവിലെ കൊയിലാണ്ടിയിൽ ഇലക്ഷൻ കൺവെൻഷനാണ്, രാവിലെ 10:30. നാളെ രാവിലെയോ വളരെ അനുകൂലമാണ്. കാരണം ഒന്നാമത് ഈ സർക്കാരിനുള്ള ജനവിരുദ്ധ വികാരം 10 വർഷമായി കേരളവും കോഴിക്കോടും ഉറങ്ങിക്കിടക്കുകയാണ്. തളർച്ച മാത്രമേ ഇവിടെ വളർച്ചയില്ല. അപ്പോൾ ഈ തളർച്ചയുടെ പ്രതീകമായ കോഴിക്കോടിന് ഉള്ള മാറ്റം ജനം ആഗ്രഹിക്കുന്നു. കേരളം മാറോടൊപ്പം കോഴിക്കോടും മാറും. കോഴിക്കോട്ട് ആവർത്തിച്ച് പറയുന്നു 13-ൽ 13, 13 ഔട്ട് ഓഫ് 13. ഇതാണ് UDF ലക്ഷ്യം. അത് നേടുക ചെയ്തു. ബാലുശ്ശേരി മറിഞ്ഞു കഴിഞ്ഞില്ലേ, കോട്ടൂർ പഞ്ചായത്ത് മറിഞ്ഞില്ലേ, ബാലുശ്ശേരി പഞ്ചായത്ത് മറിഞ്ഞില്ലേ, പിന്നെയാണ് ഇനി ബാലുശ്ശേരി അസംബ്ലി മറിയാത്തത്. 2001 ശേഷം ഒരു കോൺഗ്രസ് MLA വരാൻ പോവാണ് അല്ലേ? MLA അല്ല, MLA വരാൻ പോകുന്നു. കോഴിക്കോട് MLA വരാൻ പോകുന്നു. അതാണ് ഏറ്റവും പ്രധാന കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഞാൻ പറഞ്ഞില്ലേ, ചരിത്രത്തിൽ ഇന്ന് വരെ നേടാത്ത വിജയത്തായിരിക്കും ഇത്തവണ UDF ഈ ജില്ലയിൽ നേടാൻ പോകുന്നത്. അത്രയ്ക്ക് സജ്ജമാണ് അടിത്തട്ട്, അത്രയ്ക്ക് ആവേശത്തിലാണ് പ്രവർത്തകർ. നിലവിലെ DCC പ്രസിഡന്റ് കൂടിയാണ് പ്രവീൺ കുമാർ. അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് പട്ടിക വന്നിട്ടുണ്ട്. കോഴിക്കോട് 13-ൽ 13 സീറ്റ് കോൺഗ്രസ് തന്നെ നേടും. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തത്രയും വിജയം സ്വന്തമാക്കുമെന്നും അദ്ദേഹം പ്രവീൺ കുമാർ പറയുന്നു. ബിനിൽ